ഫയലുകൾ മരിച്ച രേഖകളാവരുത്, തുടിക്കുന്ന ജീവിതങ്ങളാകണം. ജീവനക്കാർ ഫയലുകൾ വൈകിപ്പിക്കുന്നത് അവർ അഴിമതി നടത്തുന്നു എന്നതിന് ഉദാഹരണമാണ്. പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഫയൽ കെട്ടിക്കിടക്കുന്നു എന്ന ചോദ്യത്തിന് ആർക്കാണ് ഉത്തരം തരാനാവുക? ഉത്തരം ആര് തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നവകേരള സദസ്സ് എന്ന് പറയുന്നൊരു വലിയ സദസ്സ് നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ഉമ്മൻചാണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും വലുതായിരിക്കണം എൻ്റെ പരിപാടി. ജനങ്ങളെയെല്ലാം ഞാൻ നേരിൽ കണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കും, ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കും, എല്ലാ വിഷയങ്ങളും ഉടനടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നവകേരള സദസ്സ് നടത്തി. കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിന് വന്ന കോടികൾ, ഇതിന് ചിലവായ കോടികൾ, അത് എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്ര വിഷയങ്ങളാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫയൽ മല കാണാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒന്നും രണ്ടുമല്ല, 5 ലക്ഷം ജീവനുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? സർക്കാർ പറഞ്ഞത്, ഇതിനു മുമ്പോട്ട് പറഞ്ഞത് ഒരു ജീവനാണ്, എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക, ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്? ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫയൽ പെട്ടെന്ന് നീക്കി കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയ ആളുകളാണ്. അതായത് ഒരു മുഖ്യമന്ത്രി തന്നെ വേണ്ടി വരുന്നോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ? ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു പെൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഒരു വാർഡ് മെമ്പറെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തിനാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന. അതിന് മറ്റൊരു വശമില്ലേ, ഒരു സാധാരണക്കാരൻ സംസാരിക്കാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന രീതിയല്ലേ? ഇപ്പോൾ CPM സംബന്ധിച്ച് CPM അടച്ചാക്ഷേപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി, അതായത് ഉദ്യോഗസ്ഥരെ നേരെ ചൊവ്വയെ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഉദ്യോഗസ്ഥർക്ക് ഫയലുകൾ നീക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അല്ലേ മാറ്റണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട മുഖ്യമന്ത്രി വന്നിട്ട് അവരുടെ പണിയെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവർ തന്നെയാണ് പിന്നീട് നവകേരള സദസ്സ് നടത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കമല്ല പിണറായി വിജയൻ്റെ നവകേരള എന്നൊക്കെ പറഞ്ഞ് തള്ളിയ കുറേ ആളുകളുമുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പോയി നവകേരള സദസ്സിലേക്ക് ഇവിടുത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയി, ഫയലുകൾ സ്വീകരിച്ചു, ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ എന്നാലും സെക്രട്ടേറിയറ്റിൽ കിട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം, അതായത് ഇനി അടുത്ത സർക്കാരിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചേക്കുന്ന ഫയലുകളുടെ എണ്ണം 5 ലക്ഷമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ തീർക്കേണ്ട ഫയലുകൾ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവന് ഒരു തെല്ലുവില പോലും ഇവിടുത്തെ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ അവസാന കാലം ആയപ്പോഴത്തേക്കും ചാടിപ്പടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇലക്ഷന് മുമ്പിട്ട് ഒരുപാട് ഫയലുകൾ തീർപ്പാക്കി കൊടുത്തു. എന്നിട്ടും ബാക്കി കിടക്കുന്ന ഫയലുകളുടെ കണക്കാണ് 5 ലക്ഷം എന്ന് പറയുന്നത്. അതൊരു അജണ്ട ആയിരുന്നില്ലേ? അതായത് ഇലക്ഷന് വേണ്ടി മാത്രം ചില പദ്ധതികൾ തള്ളി നീക്കി വെച്ച് ഇലക്ഷൻ ആവുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് വേണ്ടി ഇതാ ഞങ്ങൾ കുറേ പ്രവർത്തികൾ ചെയ്തു എന്ന് വരുത്തിക്കാനുള്ള ഒരു ആക്ഷൻ സ്റ്റണ്ടല്ലേ അത്? അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിന് 1 വർഷം മുമ്പിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അതെല്ലാം മറക്കും. 6 മാസം മുമ്പോട്ടോ അല്ലെങ്കിൽ 2 മാസം മുമ്പോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ സർക്കാർ ഇപ്പോൾ ചെയ്തു ഇറക്കിയതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സർക്കാരിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടലങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇലക്ഷൻ്റെ തലേ ദിവസം വരെ മന്ത്രിമാർ ഉദ്ഘാടനത്തിന്റെ തിരക്കിലായേനെ. അതെ, ഇതിനകത്ത് മന്ത്രിമാർക്ക് പെട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ 1 മാസക്കാലം പോലും തികച്ച് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഉദ്ഘാടനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ പാടായിരുന്നു. കാരണം എടിപിടി എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നവരാരും വിചാരിച്ചില്ല. അപ്പോൾ പടപടയെന്നായിരുന്നു ഉദ്ഘാടനങ്ങളെല്ലാം. എല്ലാ സ്ഥലത്തും മന്ത്രിമാരുടെ ഉദ്ഘാടനം ഓടി നടന്ന ഉദ്ഘാടനമായിരുന്നു. ഇപ്രാവശ്യം നല്ലൊരു ഉദ്ഘാടന സമ്മേളനം കാണാൻ പറ്റി. രാവിലെ അത് മാത്രമല്ല, ഈ രണ്ടാമത് പിണറായി സർക്കാർ സ്ഥാനമേറ്റു. അതിനുശേഷം കുറെ മന്ത്രിമാരുടെ മിന്നൽ സന്ദർശനം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് നമ്മുടെ റിയാസ് മന്ത്രിയുടെ ഒരു മിന്നലടി, മാത്രമല്ല ശിവൻകുട്ടി സാറിന്റെ ഒരു മിന്നലടി. അതായത് എല്ലാ വകുപ്പുകളിലും ഉദ്യോഗസ്ഥരെ കണ്ട് അവർ ജോലി ചെയ്യുന്നില്ല, അവരെ ജോലി ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കൺട്രാക്ട് വിടുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. അതുപോലെ ഒരു പ്രഹസനം നമ്മുടെ ആ ഒരു പിണറായി സർക്കാർ ഏറ്റിരുന്ന ഒരു മിന്നലടിക്കാൻ പോയി മിന്നലടിച്ച് കഴുത്തു പോയ ഒരാളെ അറിയാമോ?
മിന്നൽ അതായത് മിന്നല്ല അതൊരു മിന്നൽ സന്ദർശനമായിരുന്നു. ആ മിന്നലിലേറ്റ് ആ മിന്നലിന്റെ ആഘാതം തിരിച്ചടിച്ചിട്ട് കഴുത്തുളുക്കി പോയൊരു മന്ത്രി ഉണ്ടായിരുന്നു. അത് കരിങ്കൊടിയുടെ കാറ്റടിച്ച് കരിങ്കൊടിയുടെ കാറ്റാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിന്നലടിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ. കാരണം മിന്നൽ സന്ദർശനങ്ങൾ ഒരു കാലഘട്ടമാണല്ലോ, ഓടി നടക്കുന്നൊരു സമയമാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയെ പെടുത്തിയതാണെന്നാണ് എൻ്റെ തോന്നുന്നത്. അതായത് ഷംസീർ വന്നിട്ട് പറയുകയാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക്, ഇതാ കണ്ടില്ലേ ആരോഗ്യമന്ത്രി അവശയായിട്ടിരിക്കുന്നു, KSUക്കാർ ആക്രമിച്ചതാണ്, KSUക്കാർ ആക്രമണത്തിലാണ്. അപ്പോഴാണ് ആരോഗ്യമന്ത്രിയുടെ തലയിൽ കുത്തിവെച്ച് യെസ് KSUക്കാർ ഇപ്പം തന്നെ തിരിച്ചടിക്കാം. അപ്പോഴേ കഴുത്ത് പിടിച്ചു. ഓക്കെ, അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും KSUക്കാർക്കെതിരെ ചീറിയെടുക്കുന്ന മന്ത്രിയെ നമ്മൾ വിഷ്വലിൽ കണ്ടതാണ്. പക്ഷേ ഒരു നൊടിയിടയ്ക്ക് ഒരു സ്റ്റെപ്പ് കയറുന്നേറ്റ് ഒരു ക്യാപ്പിലാണ് ഈ ഒരു മൈനർ ഇതൊരു ഇഞ്ചുറി പെടലേക്ക് അത് പറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മന്ത്രി വരുന്നു, മന്ത്രി ആ ഉന്തും തള്ളലും മന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തെടുക്കുന്നതല്ലേ. ചിലപ്പോൾ ഒരു സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കഴുത്ത് ഉളിക്കിയതായിരിക്കാം. പക്ഷെ അത് KSUക്കാർ വലിയ കമ്പിപ്പാര കൊണ്ടുവന്ന് അടിച്ചതാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ അവരുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് മൊഴി കൊടുത്തത് മാരകായുധങ്ങളുമായിട്ട് വന്നിട്ടാണ് KSUക്കാർ ആക്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്തതെന്ന് വിശ്വസിച്ച പോരെ. അല്ല, ഇപ്പോൾ മാരകായുധങ്ങളുമായിട്ട് വന്നതാണെങ്കിൽ മാരകായുധങ്ങൾ കാണണ്ടേ? KSUക്കാർ ഒരു കരിങ്കൊടിയുമായിട്ട് മന്ത്രിയുടെ അടുത്ത് പോലും ചെന്നിട്ടില്ല എന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ക്യാമറകളും മറ്റു കാര്യങ്ങളും എല്ലാം KSUക്കാരുടെ കയ്യിലും ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മന്ത്രിക്ക് തന്നെ ഊഹിക്കാം അത് യഥാർത്ഥത്തിൽ കയ്യിൽ നിന്നും പോയതാണ്. ഇത്രയും നാണക്കേടുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത് തിരിച്ചടിയാകുമെന്നോ പ്രതീക്ഷിച്ചില്ല. ഒരു വൈകാരികത സൃഷ്ടിച്ച് KSUക്കാർക്ക് നേരെ തിരിച്ചടിക്കാമെന്നുള്ള ഡൈവേർട്ട് ചെയ്യാന്നുള്ള ഒരു മാത്രം. പക്ഷെ അവിടെ മിന്നലടിയും ഈ കഴുത്തുളുക്കലും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഫയലിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതായത് ഓരോ ഫയലിലും കെട്ടിക്കിടക്കുന്ന ജീവനുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്ര കാലം ഇതുപോലെ ഫയൽ മല കൂടിക്കിടന്നിട്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല? അതായത് ഉദ്യോഗസ്ഥർക്ക് കറക്റ്റ് നിർദ്ദേശം കൊടുക്കുന്നില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടിയിരുന്ന അവലോകന യോഗം വരെ വൈകുന്നു. ഇലക്ഷൻ അടുത്തതോടെ അവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോഴേ സ്വാഭാവികമായി ആ ഒരു പ്രൊസീജിയർ മുടങ്ങിപ്പോവുകയാണ്. അതിന് ബദലായി എന്തെങ്കിലും നടപടി ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് അതൊന്നും വേണ്ട. 10 വർഷം ഞങ്ങൾ ഭരിച്ചു, ഇനി 5 വർഷം കൂടെ ജനങ്ങൾ തരുന്നെങ്കിൽ തരട്ടെ. ഞങ്ങൾക്ക് പാർട്ടി സംവിധാനമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖാക്കന്മാരുണ്ട്, സഖാക്കന്മാർ പണിയെടുത്തോളും. ഇനി എത്ര വിഷയമുണ്ടെങ്കിലും അവർ ജനങ്ങളെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ പാർട്ടി സംവിധാനം ഉണ്ടല്ലോ. എല്ലാവരും ഞങ്ങളുടെ പാർട്ടി അടിമകളാണ്. ഞങ്ങളുടെ പാർട്ടി അടിമകളായതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് തന്നെ വോട്ട് കുത്തും. ഇനി ഞങ്ങൾ എന്ത് കൊള്ളരുതായ്മ ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് തന്നെ വോട്ട് കുത്തും എന്നുള്ള ഉറച്ച ബോധ്യം സർക്കാരിന് വരുമ്പോൾ സർക്കാരിന് കുറച്ചുകൂടെ ധാർഷ്ട്യമാവും. ഇനി ഞങ്ങളെ എതിർക്കാൻ ആരുമില്ലല്ലോ, LDF അല്ലാതെ ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളെ മുട്ടാൻ. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്ന CPM. പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. CPMനെതിരെയുള്ള പല വിഷയങ്ങളും പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ ഫയലിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? സർക്കാർ സംവിധാനം കഴിയാറായി. ഇനിയിപ്പോൾ പിണറായി വിജയൻ സർക്കാർ അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവിടുത്തെ സ്റ്റാഫുകൾക്ക് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണക്കുകളുമായിട്ട് സ്റ്റാഫുകൾ പുറത്തേക്ക് വരുന്നത്. നമുക്കൊന്ന് മാറി ചിന്തിക്കാം. അതായത് ഇനി അടുത്ത തവണ പിണറായി സർക്കാർ തന്നെ മൂന്നാമതായിട്ട് വരിക എന്ന് വെക്കണം. ഈ 5 ലക്ഷം കെട്ടിക്കിടക്കുന്ന ഫയലിന്റെ കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായി. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഇപ്പൊ ഈ ഒരു പുതിയ സർക്കാരിന് സ്വീകരിക്കാൻ പോകുന്നത് ഇതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവശേഷിക്കുന്ന ഒരു ഫയൽ മല എങ്ങനെ അവർ അത് തീർപ്പാക്കും? ഇനി അത് അടുത്ത ഒരു നവകേരള സദസ്സ് അവരുടനെ നടത്താൻ തയ്യാറാവുമോ? ഒരിക്കലും അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇത് അവിടെ തന്നെ കിടക്കും. ജനങ്ങളുടെ ജീവിതം ആ നൂൽക്കെട്ടിൽ ബന്ധിച്ച് അവിടെ തന്നെ കിടക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നടക്കുന്നതാണ്. ഒരു കാര്യമുണ്ട്, ഇതിൽ പകുതി മുക്കാലും നമ്മുടെ ഈ നവകേരള സദസ്സിന് താലൂക്ക് തലത്തിൽ നടത്തിയ അദാലത്ത്, അല്ല ജില്ലാ തലത്തിൽ നടത്തിയ അദാലത്തിലൂടെ വന്ന അതായത് ഫയലുകളുണ്ട്. അതുപോലും തീർപ്പാക്കാതെ ഈ അവസാന നിമിഷത്തിൽ അവർ പടി ഒഴിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. ഏറ്റവും വലിയ ജനദ്രോഹമല്ലേ ഇത്? ഒരിക്കലും ജനദ്രോഹമൊന്നുമല്ല. ഈ നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ പരാതികളുമായിട്ട് വന്നത് സഖാക്കന്മാർ തന്നെയാണ്. അപ്പോൾ സഖാക്കന്മാർക്ക് അവരുടെ പാർട്ടിയാണല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആ ഫയൽ നീക്കാത്തതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾക്കൊരു വിഷയവുമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ഭയപ്പെടുത്തുന്നുമില്ല. ഞങ്ങളെ ഭയപ്പെടുത്താനും നോക്കണ്ട.